യേശു പഠിപ്പിച്ച 10 ജീവിത പാഠങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തേത് കൂട്ടായ്മയുടെ പാഠം. ത്രിത്വൈക ദൈവത്തിനെ പറ്റി നമുക്കറിയാം. ദൈവത്തിൽ 3 ആളുകളുണ്ട്, പക്ഷേ എല്ലാവരും തുല്യ ഐക്യത്തിൽ ഒന്നായിത്തീരുന്നു. അവിടെ കൂട്ടായ്മയുടെ പാഠം നമുക്ക് ദർശിക്കാൻ സാധിക്കും. പിതാവും പുത്രനും യേശു, പരിശുദ്ധ റൂഹ, ഇവ 3 ചേർന്ന ദൈവം ഒരു ഏകസങ്കല്പം. രണ്ടാമത്തത്, യേശു മാതാപിതാക്കൾക്ക് വിധേയനായാണ് ജീവിച്ചത്. മൂന്നാമത്തത്, ആശാരി ജോലി ചെയ്ത് ജീവിച്ചു, തൻ്റെ കുടുംബം പുലർത്തി. അങ്ങനെ അധ്വാനം ശ്രേഷ്ഠമാണെന്ന് തൻ്റെ ജീവിതത്തിലൂടെ യേശു മനുഷ്യന് മാതൃക നൽകി. മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അവിടുത്തെ ജീവിതം ആരംഭം മുതൽ ജീവിതാവസാനം വരെ നമുക്ക് കാണാൻ സാധിക്കുക. 5, ശത്രുക്കളെ പോലും യേശു സ്നേഹിച്ചു. ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുവാൻ യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. 6-ാമത്തെ കാര്യം, മനുഷ്യരക്ഷയ്ക്ക് സ്വന്തം ജീവിതം അവിടെ നിന്ന് മാറ്റിവെച്ചു. പീഡകൾ സഹിച്ച് കുരിശിൽ കിടന്ന് മരിച്ച് ഉത്ഥാനം ചെയ്ത് യേശു മനുഷ്യന് രക്ഷ നേടി. 7-ാമത്തെ കാര്യം, ലളിത ജീവിതം നല്ലതെന്ന് യേശു സ്വന്തം ജീവിതത്തിലൂടെ തൻ്റെ ശ്രോതാക്കളെ പഠിപ്പിച്ചു. ദരിദ്രനായി കാലിത്തൊഴുത്തിൽ അവിടുന്ന് ജനിച്ചു, ദാരിദ്ര്യത്തിൽ ജീവിച്ചു. ലളിതമായ വസ്ത്രവും പാദരക്ഷകളും യേശു ഉപയോഗിച്ചു. അപ്പോഴും ലഭിച്ച ഭക്ഷണം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനാണ് അവിടുന്ന് പരിശ്രമിച്ചത്. 8-ാമത്തെ കാര്യം, സമൂഹം അവഗണിച്ചവർ യേശുവിൻ്റെ സുഹൃത്തുക്കളായിരുന്നു. മുക്കുവന്മാരും ചുങ്കക്കാരും കർഷകരും തൊഴിലാളികളും, അങ്ങനെ സമൂഹത്തിൽ ബഹുമാനരായ പരിസയരെയെല്ലാം യേശു പരിഹസിച്ചു. പരിസയർ അധകൃത മനുഷ്യരെ ഉദ്ധരിക്കാൻ ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്ന് യേശു തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചു. പാപികളെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും യേശു ചെയ്തു. 9-ാമത്തെ കാര്യം, സമൂഹത്തിൽ നന്മയും പുരോഗതിയും ഉണ്ടാകാൻ യേശു ചാട്ടവാർ വീശി ജനങ്ങളെ അനീതിക്കെതിരെ സംഘടിപ്പിച്ചു. യേശു ലോകമെങ്ങുമുള്ള നേതാക്കൾക്ക് മാതൃകയാണ്. സ്വന്തം ശിഷ്യരുടെ പാദങ്ങൾ കഴുകി യേശു എളിമയുടെ പാഠം മനുഷ്യരെ പഠിപ്പിച്ചു. ദൈവമായിരുന്നിട്ടും ലോകാവസാനം വരെ മനുഷ്യന് തൻ്റെ സാന്നിധ്യം നൽകാൻ പരിശുദ്ധ കുർബാനയിൽ ലോകമെമ്പാടുമുള്ള സക്രാരികളിൽ യേശു എഴുന്നള്ളിയിരിക്കുന്നു. അവിടുത്തെ പഠനങ്ങൾ അവരവരുടെ ജീവിതത്തിൽ പകർത്താൻ ഓരോരുത്തരെയും യേശു ഉപദേശിക്കുന്നു. അതുകൊണ്ട് യേശുവിനെ നമുക്ക് നമിക്കാം. വാച്ച്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.